പ്രൈസ് ദി ലോർഡ്. യൂട്യൂബിൽ കൂടി എന്നെ ശ്രദ്ധിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും യേശുക്രിസ്തുവിന്റെ നിസ്തുല്യമായ നാമത്തിൽ സ്നേഹവന്ദനം അറിയിക്കുന്നു. ഞാനൊരു പാട്ടിൻ്റെ ഏതാനും വരികൾ പാടിയതിനു ശേഷം എൻ്റെ സാക്ഷ്യത്തിലേക്ക് എടുക്കുവാൻ ആഗ്രഹിക്കുന്നു. കാൽവരി ക്രൂശിൽ കാണും സ്നേഹത്തിൻ പൂർണ്ണത, ശത്രുവമെന്നെ ദൈവം മിത്രമാക്കിയേ. രക്തവും ചിന്തിയേശു എന്നെ രക്ഷിപ്പാനായി, നിൻ സ്നേഹസ്വരൂപൻ ആത്മസ്നേഹിതൻ. ദുഃഖത്തിൽ ആശ്വാസമായി, രോഗത്തിൽ എൻ സൗഖ്യമായി, ഘോര വിപത്തുകളിൽ എന്നെ താൻ ശാശ്വത ഭുജങ്ങളാ മാറോടണച്ചിടും ഈ സ്നേഹസ്വരൂപൻ ആത്മസ്നേഹിതൻ. പ്രൈസ് ദി ലോർഡ്. ദൈവത്തിൻ്റെ വലിയ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഞാൻ കഴിഞ്ഞ വീഡിയോ യൂട്യൂബിൽ അപ്ലോഡ് ചെയ്തപ്പോൾ പറയുവാനായിട്ട് ഇടയായിത്തീർന്നു. അടുത്ത വീഡിയോയിൽ ഞാൻ എൻ്റെ സാക്ഷ്യവുമായി കടന്നു വരുമെന്ന്. എൻ്റെ സാക്ഷ്യം കേൾക്കുവാൻ ആകാംക്ഷയോടെ കാത്തിരിക്കുന്ന പ്രിയപ്പെട്ടവർക്കായി ഇവിടെ ഞാൻ എൻ്റെ സാക്ഷ്യം പറയാൻ വേണ്ടി ആഗ്രഹിക്കുകയാണ്. ഞാൻ 2005 ഫെബ്രുവരി മാസം 27 തീയതിയാണ് വിശ്വാസ സ്നാനം സ്വീകരിപ്പാനായിട്ട് ഇടയായിത്തീർന്നത്. അന്ന് മുതൽ ഇന്ന് വരെയും വിശ്വസ്തയോടുകൂടെ ദൈവസന്നിധിയിലായിരിക്കാൻ, ദൈവത്തിൻ്റെ സാക്ഷിയായി നിലകൊള്ളുവാനൊക്കെ ദൈവം സഹായിച്ചുകൊണ്ട് ഇരിക്കുന്നു. എന്നാൽ ആവോളം ദൈവത്തിൻ്റെ വേലയിൽ വർദ്ധിച്ചു വരുവാനൊക്കെ ദൈവം സഹായിച്ചുകൊണ്ടിരിക്കുന്നു. ഞാൻ 2001 ഏപ്രിൽ മാസത്തിൽ എനിക്ക് മെനിഞ്ചൈറ്റിസ് എന്ന മാരകമായ ഒരു രോഗം എന്നെ ബാധിക്കപ്പെടുവാനായിട്ട് ഇടയായിത്തീർന്നു. എന്നാൽ അനേക ദൈവമക്കളുടെ പ്രാർത്ഥനയുടെ ഫലമായിട്ട് മരണകരമായ അനുഭവത്തിലേക്കൊക്കെ ഞാൻ അവിടെയും ആയിത്തീർന്നായിരുന്നു. എന്നാൽ കർത്താവ് എന്നെ വിടുവിച്ചു, മരണത്തിന് എന്നെ ഏൽപ്പിച്ചു കൊടുത്തില്ല. അതിനുശേഷമാണ് ഞാൻ വിശ്വാസ ജീവിതത്തിലേക്കൊക്കെ കടന്നു വരുവാനായിട്ട് ഇടയായിത്തീർന്നത്. അനവധി ദേവദാസന്മാരുടെയും ദൈവമക്കളുടെയൊക്കെ പ്രാർത്ഥന, ബന്ധുമിത്രാദികളൊക്കെ പ്രാർത്ഥന അതിന് പിന്നിലുണ്ടായിരുന്നു. AK തമ്പി പാസ്റ്റർ കൈക്കീഴ് സ്നാനപ്പെടുവാനൊക്കെ ദൈവം സഹായിച്ചു. 2022 നമ്മുടെ ആ കൊറോണയുടെ ആ ടൈമിൽ വീണ്ടും കൊറോണ എന്ന മാരക രോഗവും എന്നെ പിടികൂടി. അവിടെയും ക്രിട്ടിക്കൽ അവസ്ഥയിലൂടെയൊക്കെ വളരെ ദയനീയമായ സ്ഥിതിയിലൂടെയൊക്കെ ഞാൻ കടന്നുപോയി. ഈ മെനിഞ്ചൈറ്റിസ് വന്നത് നിമിത്തമായിട്ട് പലരും ഭയപ്പെടുവാൻ ഇടയായിത്തീർന്നു. മരണത്തെ ഞാൻ അടിമപ്പെട്ടു പോകുമോ എന്നുവരെ ഭയപ്പെടുന്ന രീതിയിൽ അത്രത്തോളം ഒരു അവശ നിലയിലേക്ക് ഞാൻ ആ കൊറോണ ബാധിക്കപ്പെട്ട് ആയിത്തീരുവാനായിട്ട് ഇടയായിത്തീർന്നു. എന്നാൽ കർത്താവ് എന്നെ അവിടെ നിന്നും കരം പിടിച്ച് ജീവിതത്തിലേക്ക് കൊണ്ടുവന്നു. അങ്ങനെ ഞാൻ ഞങ്ങളുടെ സെൻറ്റർ PG സെൻ്ററാണ്. എല്ലാവരും KO വർഗീസ് PG മാഷ് എന്ന് വിളിക്കുന്ന KO വർഗീസ് പാസ്റ്ററുടെ സെൻറ്ററിലായിരുന്നു ഞാൻ സ്നാനപ്പെടാനായിട്ട് ഇടയായിത്തീർന്നത്. അപ്പോൾ PG സെൻറ്ററിലൊക്കെ ഞാൻ ആക്റ്റീവായിട്ട് കൊയറിൽ പാടുവാനും ഒക്കെ ഇടയായിത്തീർന്നു. അതുപോലെ സഹോദരി സമാജത്തിൻ്റെ ഭാരവാഹിയായിട്ട്, എക്സിക്യൂട്ടീവ് ഭാരവാഹിയായിട്ടൊക്കെ കർത്താവിൻ്റെ വേല ചെയ്യുവാൻ തക്കവണ്ണം ദൈവം സഹായിച്ചു. അങ്ങനെ 2023 ഫെബ്രുവരി മാസം ഞങ്ങളുടെ സെൻറ്ററിൻ്റെ കൺവെൻഷനൊക്കെ കഴിഞ്ഞു. അതിലും കൺവെൻഷന് പാടുവാൻ ദൈവം എന്നെ സഹായിച്ചു. അവിടെ അത് കഴിഞ്ഞ് പിറ്റേ മാസം മാർച്ച് മാസം 11 തീയതി ഞങ്ങളുടെ സഭയിൽ മാസയോഗം ക്രമീകരിക്കപ്പെടുവാൻ ഇടയായിത്തീർന്നു. അതിൻ്റെ തലേദിവസമാണ് എൻ്റെ ജീവിതത്തിൽ ഏറ്റവും ക്രിട്ടിക്കൽ സ്റ്റേജിൽ ഞാൻ ഇടയായിത്തീർന്നു. വലിയൊരു അനർത്ഥം എൻ്റെ ജീവിതത്തിൽ സംഭവിക്കപ്പെടുവാനായിട്ട് ഇടയായിത്തീർന്നു. ഞാൻ മാർച്ച് മാസം 10 തീയതി വെള്ളിയാഴ്ചയായിരുന്നു രാവിലെ 6:45 ടെറസിൻ്റെ മുകളിൽ കയറിപ്പോയി 250ഓളം നാളികേരം അടത്തി അത് വെയിലത്ത് വെക്കണമായിരുന്നു. അതിനുവേണ്ടി ഞാൻ രാവിലെ 6:45 ടെറസിൻ്റെ മുകളിൽ കയറി പോകാനായിട്ട് ഇടയായിത്തീർന്നു. അങ്ങനെ അത് മൊത്തം ഞാൻ അടത്തി നമ്മുടെ സൺഷൈഡിലേക്ക് ഇറക്കി അത് വെച്ചാൽ പിന്നെ നമുക്കത് ഡെയിലി എടുത്ത് വെക്കേണ്ട ആവശ്യമില്ല. അവിടെ പടിഞ്ഞാറ് വെയിൽ ശക്തമായിട്ട് ലഭിക്കപ്പെടുവാനായിട്ട് ഇടയായിത്തീരും. ടെറസിൻ്റെ മുകളിൽ വെയിൽ കിട്ടത്തില്ല, കാരണം ഡ്രസ് വർക്ക് ചെയ്ത വീടാണ്. അപ്പം കൊപ്ര മൊത്തം ഞാൻ സൺസൈഡിലേക്ക് ഇറങ്ങി നിന്ന് അത് മൊത്തം ടെറസിൻ്റെ മുകളിൽ ഇരുന്ന് നടത്തി ഞാനത് സൺഷൈഡിലേക്ക് ഇറക്കി വെച്ച് നിർത്തി വെച്ചു. അതിനുശേഷം 9:20 ആയപ്പോഴേക്കും എൻ്റെ അമ്മ എന്നെ വിളിക്കാനിടയായിത്തീർന്നു. മോളെ ഇന്ന് ഫാസ്റ്റിംഗ് പ്രയറിന് വരുന്നില്ലേ എന്ന് ചോദിച്ചു.
അപ്പോൾ അതിൻ്റെ ഒരു 5 മിനിറ്റ് മുമ്പ് എൻ്റെ മോൻ ഇവിടുന്ന് അങ്ങോട്ട് ഡ്യൂട്ടിക്ക് അങ്ങോട്ട് ഇറങ്ങിയതേ ഉള്ളൂ. ചേട്ടൻ രാവിലെ 7:30 ആയപ്പോൾ ഡ്യൂട്ടിക്ക് പോയതാണ്. അപ്പം ഞാൻ മാത്രമേ ഭവനത്തിലുണ്ടായിരുന്നുള്ളൂ. അപ്പോൾ 9:20 അമ്മ എന്നെ ഫോൺ ചെയ്ത് വിളിക്കുമ്പോൾ ഒരു വഴിക്ക് എൻ്റെ പണികളൊക്കെ കഴിഞ്ഞിരുന്നു. ഞാൻ പറഞ്ഞു, അമ്മേ കൊപ്രടത്തലൊക്കെ കഴിഞ്ഞു, അത് എല്ലാം നിരത്തി ഇനി ഞാൻ താഴത്തേക്ക് ഇറങ്ങി പോവുകയാണ് എന്ന് പറഞ്ഞു. അത് പറഞ്ഞ് ഇത് മാത്രമേ എനിക്ക് ഓർമ്മയുള്ളൂ. പിന്നെ എന്താണ് സംഭവിച്ചതൊന്നും എനിക്കറിയുന്നില്ല. ഞാൻ ടെറസിന് മുകളിലേക്ക് കയറിയതിന് ശേഷമാണോ അതോ സൺഷെയ്ഡിന്മേന്നാണോ വീണത് ഒന്നും എനിക്കറിയത്തില്ല. ഞാൻ വീണത് അറിഞ്ഞതേ ഇല്ല. അപ്പോൾ 12:20 കൂടിയാണ് പിന്നെ എനിക്ക് ബോധം വരുന്നത്. ബോധം വരുമ്പോൾ ഞാൻ കണ്ണു തുറന്ന് നോക്കുമ്പോൾ ഞാൻ ഇങ്ങനെ അടുക്കള പുറത്ത് മുറ്റത്ത് ഇങ്ങനെ മലന്നിങ്ങനെ ആകാശത്തേക്ക് നോക്കി കിടക്കുന്നുണ്ട്. അപ്പോൾ തലയ്ക്ക് വല്ലാത്ത ഭാരം പെരുപ്പൊക്കെ അനുഭവപ്പെട്ടു. ഞാൻ അപ്പം ഞാൻ എൻ്റെ ഇടത് കൈ തലയിൽ അവിടെ ആ പെരുപ്പ് അനുഭവപ്പെടുന്ന സ്ഥലത്ത് ഞാൻ തൊട്ട് നോക്കിയപ്പോൾ എൻ്റെ കൈ നിറച്ച് ബ്ലഡായി. അപ്പോൾ ഞാൻ സ്വപ്നം കാണുവാണെന്ന് വിചാരിച്ചു. കാരണം ഞാൻ വീണത് ഞാൻ അറിഞ്ഞിട്ടില്ല. അപ്പോൾ എന്താ ഇത് സ്വപ്നം കാണുമായിരിക്കും എന്ന് ഞാൻ വിചാരിച്ചു. വീണ്ടും എനിക്ക് ഡൗട്ട് തീർക്കാൻ വേണ്ടി വലത് കൈ കൊണ്ട് ഞാൻ ആ ഭാഗം തൊട്ട് നോക്കിയപ്പോൾ വലത് കൈയിലും നിറച്ച് ബ്ലഡായി. അപ്പോൾ എനിക്ക് ഉറപ്പായി ഞാൻ ടെറസിന് മുകളിൽ ഞാൻ താഴെ പോയിട്ടുണ്ടെന്നുള്ളത്. അപ്പം ഞാൻ എൻ്റെ തലയുടെ താഴെ ഭാഗത്ത് മണ്ണിൽ തൊട്ട് നോക്കിയപ്പോൾ അവിടെ നിറച്ച് ബ്ലഡ്. അപ്പോൾ വലിയൊരു അനർത്ഥം എൻ്റെ ജീവിതത്തിൽ സംഭവിക്കപ്പെട്ടു എന്ന് തന്നെ എനിക്ക് മനസ്സിലായി. ഞാൻ എഴുന്നേൽക്കാൻ ശ്രമിച്ചപ്പോൾ എഴുന്നേൽക്കാനേ എനിക്ക് പറ്റുന്നില്ല. ശക്തമായ വേദനയായി ഞാൻ പൊളയുവാനായിട്ട് ഇടയായി തീർന്നു. അപ്പോൾ എനിക്ക് മനസ്സിലായി എൻ്റെ നടു പോയി, എനിക്കിനി എഴുന്നേൽക്കാൻ പറ്റത്തില്ല, പരാശ്രയമില്ലാതെ എനിക്കൊന്നിനും ആവില്ല എന്നുള്ളതായ ആ സത്യം ഞാൻ അപ്പോഴാണ് മനസ്സിലായത്. പക്ഷെ ഞാൻ നിരാശപ്പെട്ടില്ല. ഒരിക്കലും എനിക്കൊരു നിരാശ എൻ്റെ ജീവിതത്തിലേക്ക് വന്നില്ല. പ്രിയമുള്ളവരെ, കർത്താവ് എൻ്റെ ജീവിതത്തിൽ തരുന്നതായ ഓരോ പരിശോധനയും എൻ്റെ ജീവിതത്തിൽ ഏതെല്ലാം പ്രശ്നങ്ങൾ പ്രതികൂലങ്ങൾ വന്നാലും അതിൻ്റെ പിന്നിൽ കർത്താവിന് പദ്ധതി ഉണ്ടെന്ന് വിശ്വസിക്കുന്ന, പൂർണ്ണമായും കർത്താവിൽ ആശ്രയം വയ്ക്കുന്ന ഒരു വ്യക്തിത്വമാണ് എനിക്കുള്ളത്. അപ്പോൾ ഞാൻ നിരാശപ്പെട്ടില്ല. ഞാൻ എന്നാലാവോളം ഉച്ചത്തിൽ കുറേ ഹല്ലേലൂയ അങ്ങ് പറഞ്ഞു. അത് കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ അടുത്തുള്ള വീട്ടിലെ മേരി ചേച്ചി ഉണ്ടാവും. മേരി ചേച്ചിനെ ഞാൻ വിളിച്ചു, പേര് പറഞ്ഞ് ഞാൻ ഉറക്കെ വിളിക്കാനായിട്ട് ഇടയായി തീർന്നു. എന്നാൽ മേരി ചേച്ചി എൻ്റെ വിളിയുടെ ശബ്ദമൊന്നും കേട്ടില്ല. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇനിയിപ്പോൾ ചേട്ടൻ ഒരു വീട്ടിലില്ല, ആരുമില്ല. അപ്പം ഞാനിവിടെ കിടന്ന് ഒരു പക്ഷെങ്കിൽ ചിലപ്പോൾ എൻ്റെ മരണം സംഭവിക്കപ്പെടാം. അപ്പോൾ എനിക്ക് നിത്യത്തിൽ ദൈവനെ നിത്യത്തിലേക്ക് കൊണ്ടുപോകുള്ളൂ, അതിനൊരു സമാധാനം എനിക്ക്. അങ്ങനെ ഞാൻ അപ്പോൾ നോക്കുമ്പോൾ എൻ്റെ കാലുമേക്ക് വെയിലെത്തി തുടങ്ങി. പടിഞ്ഞാറ് വെയിൽ എന്നെ മൂടിയാൽ, മാർച്ച് മാസത്തിലെ ചൂട് നിങ്ങൾക്ക് അറിയാമല്ലോ, തീയുടെ കാഠിന്യം അറിയാമല്ലോ. അപ്പോൾ അത് എന്നെ മൂടി കഴിയുമ്പോഴത്തേക്ക് എനിക്ക് പിന്നെ ഭയങ്കര ബുദ്ധിമുട്ടിലേക്ക് ഞാൻ പോകുമെന്നുള്ളത് എനിക്കറിയാം. അപ്പോൾ ഞാൻ കർത്താവിനോട് പറഞ്ഞു, ദൈവമേ ഈ വെയിൽ എന്നെ മൂടുന്നതിന് മുന്നമേ എൻ്റെ ചേട്ടനെ വീട്ടിലേക്ക് വരണേ എന്ന് പറഞ്ഞിട്ട് ഞാൻ ദൈവസന്നിധി പ്രാർത്ഥിപ്പാനായിട്ട് ഇടയായി തീർന്നു. അങ്ങനെ ഞാൻ തല തിരിച്ച് നോക്കിയപ്പോൾ എൻ്റെ മൊബൈൽ എന്നോട് കൂടെ താഴെ വീണിട്ടുണ്ടായിരുന്നു. മൊബൈൽ പൊട്ടിയിട്ടുണ്ട്, അതിലല്പം ചാർജ് മാത്രം ഉണ്ടായിരുന്നു. ഞാനത് എടുക്കാൻ ശ്രമിച്ചു, എനിക്ക് പറ്റുന്നില്ല. ഒരു ഓസ് കഷ്ണം കയ്യിൽ കിട്ടി. അതുകൊണ്ട് ഞാൻ തോണ്ടി മൊബൈൽ ഒരു വിധത്തിൽ എൻ്റെ കൈവശത്തിൽ ഞാൻ ആക്കി. അങ്ങനെ ഞാൻ ചേട്ടനെ വിളിച്ച് സംസാരിച്ചു. ചേട്ടനോട് ഞാൻ പറഞ്ഞു, ടെറസിൻ്റെ മുകളിൽ നിന്ന് ഞാൻ താഴെ വീണു എന്ന് പറഞ്ഞു. അത് മാത്രമേ പറയാനേ പറ്റുള്ളൂ, പിന്നെ എനിക്കൊന്നും പറയാൻ പറ്റിയില്ല. പക്ഷേ ചേട്ടൻ എപ്പോഴാണ് വന്നതെന്നൊന്നും പിന്നെ എനിക്കറിയത്തില്ല. പിന്നെ എനിക്ക് ബോധം പോയിട്ടുണ്ട്. അങ്ങനെ ആ ഇച്ചിരി ചാർജ് മൊബൈലിലുണ്ടായിരുന്നു. അതുകൊണ്ട് എനിക്ക് ചേട്ടനെ വിളിച്ച് പറയാൻ പറ്റി. ചേട്ടൻ വന്നിട്ട് ചേട്ടൻ വിചാരിച്ചു ഞാൻ മരിച്ചു കിടക്കാമെന്നാണ് വിചാരിച്ചത്. കാരണം രക്തത്തിലൊക്കെ കുളിച്ച് രണ്ട് കയ്യിലും മുഖത്തും മുറ്റത്തും ഒക്കെ ബ്ലഡ് കണ്ടപ്പോൾ ചേട്ടൻ വിചാരിച്ചു ഞാൻ മരിച്ചു കിടക്കാമെന്ന് വിചാരിച്ചു. പെട്ടെന്ന് ആളെന്നെ അങ്ങോട്ട് എടുക്കാൻ ശ്രമിച്ചു. അപ്പോഴാണ് പിന്നെ എനിക്ക് ബോധം വരുന്നത്. ശക്തമായി ഞാൻ കരഞ്ഞു, നടുവിന് ഇളക്കം തട്ടിയല്ലോ. അപ്പോൾ ഭയങ്കരമായിട്ട് ഞാൻ കരയാനായിട്ട് ഇടയായിട്ട് തീർന്നപ്പോൾ ചേട്ടന് മനസ്സിലായി എനിക്ക് നടു പ്രശ്നമായിട്ടുണ്ടെന്നുള്ളത്. അതിന് കൂട്ടുകാരൊക്കെ വന്ന് എന്നെ പുതപ്പെടുത്ത് ബെഡ്ഷീറ്റ് എടുത്ത് വിരിച്ച് അതിലേക്ക് എന്നെ ഒരു വിധത്തിൽ എടുത്ത് കിടത്തി. അപ്പോഴൊക്കെ ഞാൻ മരണവേദന അനുഭവിക്കുകയായിരുന്നു പ്രിയമുള്ളവരെ. അത് കഴിഞ്ഞിട്ട് തന്നെ അവർ എടുത്ത് ഉയർത്താൻ നോക്കിയപ്പോൾ പറ്റുന്നില്ല. ഞാൻ ശക്തമായി കരഞ്ഞു. നടുവിന് വളവ് വന്നപ്പോൾ ഞാൻ ശക്തമായിട്ട് കരഞ്ഞു. അപ്പോൾ വീണ്ടും ഒരു ബെഡ്ഷീറ്റ് കൂടെ തലങ്ങും വിലങ്ങും ഒക്കെ കൊണ്ടുവന്നിട്ടിട്ട് എന്നെ അവർ വാരി കൂട്ടിയെടുത്ത് ആംബുലൻസ് വരാനും വൈകി. ആംബുലൻസ് വിളിച്ചിട്ട് ആംബുലൻസ് വരാനും വൈകി. അപ്പോഴൊക്കെ എൻ്റെ തലയിൽ നിന്നിങ്ങനെ ബ്ലഡ് വാർന്നുകൊണ്ടേയിരിക്കുകയായിരുന്നു. ഈ ഒരു അനർത്ഥം എൻ്റെ ജീവിതത്തിൽ സംഭവിക്കപ്പെടുന്നതിന് മുന്നമേ ഒരു 2 വർഷം മുമ്പ് എൻ്റെ അനിയത്തി സ്വപ്നം കണ്ടിരുന്നു. കുഞ്ഞേച്ചി, അവൾ കുഞ്ഞേച്ചി എന്ന് തന്നെ വിളിക്കുക, കുഞ്ഞേച്ചി സൂക്ഷിക്കണം, കുഞ്ഞേച്ചിക്ക് വലിയൊരു അനർത്ഥം സംഭവിക്കുന്നതായിട്ട്, തുണിയിൽ വാരിക്കൂട്ടി കുറച്ച് വ്യക്തികൾ ചേർന്ന് എന്നെ കൊണ്ടുപോകുന്നതായിട്ട് ഒരു സ്വപ്നം കണ്ടു. കുഞ്ഞേച്ചി സൂക്ഷിക്കണം കേട്ടോ എന്ന് പറഞ്ഞു. അപ്പോൾ ഞങ്ങൾക്ക് 3.5 ഏക്കർ വസ്തു റബ്ബർ തോട്ടമൊക്കെ ഉള്ളത് കൊണ്ട് ഞാനെപ്പോഴും പറമ്പിൽ പണിക്കും കാര്യങ്ങൾക്കൊക്കെ ആയിട്ട് കയറിപ്പോവും. അപ്പോൾ പറമ്പിൽ വളത്തിന് ആവശ്യത്തിന് പശുക്കളെ ഞാൻ വളർത്തുന്നുണ്ട്.
കാര്യമുണ്ട്, അപ്പോൾ പശുവിൻ്റെ കാര്യമുണ്ട്, എല്ലാം കഠിനമായി അധ്വാനിക്കുന്ന ഒരു വ്യക്തിത്വമാണ് എനിക്ക് ഉണ്ടായിരുന്നത്. അപ്പോൾ അതിനൊക്കെ വേണ്ടി അവൾ അങ്ങനെ പറഞ്ഞ പിന്നെ ഞാൻ പറമ്പിൽ പോകുമ്പോഴൊക്കെ വളരെ ശ്രദ്ധിച്ച് നടക്കും. കാരണം എങ്ങാനും വീണ് എൻ്റെ നടു ഒടിഞ്ഞിട്ടാണോ എന്നെ ഇങ്ങനെ തുണിയിൽ എടുത്തുകൊണ്ട് പോകണേ എന്നുള്ളത് എൻ്റെ മനസ്സിൽ തോന്നിയിട്ട് ഞാൻ വളരെ ശ്രദ്ധിച്ചിട്ട് തന്നെയായിരുന്നു ആ ദിവസങ്ങളൊക്കെ. പിന്നീട് അങ്ങ് മറന്നുപോയി, ഞാനത് വിട്ട് കളഞ്ഞു. അത് കഴിഞ്ഞിട്ട് ഈ സംഭവിക്കുന്നതിൻ്റെ 2 മാസം മുമ്പ് എൻ്റെ മോള് സ്വപ്നം കണ്ടായിരുന്നു. മമ്മി ഞാൻ ശവപ്പെട്ടിക്കകത്ത് ആവുന്നത് സ്വപ്നം കണ്ടു. അപ്പം അവൾ പുലർച്ചയ്ക്ക് സ്വപ്നം കണ്ട് അവൾ എഴുന്നേറ്റിരുന്ന് കുറേ നേരം ആരാധിക്കുകയോ പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്ത് എന്നെ വിളിച്ച് പറഞ്ഞു, മമ്മി ഇങ്ങനെ ഞാനൊരു സ്വപ്നം കണ്ടിട്ടുണ്ട്, മമ്മി സൂക്ഷിക്കണം എന്ന് പറഞ്ഞിട്ട് കുഞ്ഞും വിളിച്ച് പറഞ്ഞു. അപ്പോൾ എല്ലാവരുടെയും പ്രാർത്ഥനയുടെ ഫലം ആയിട്ട് ശത്രു എന്നെ ശവപ്പെട്ടിക്കകത്താക്കാൻ പദ്ധതി ഒരുക്കിയപ്പോൾ കർത്താവ് എന്നെ മരണത്തിൽ ഏൽപ്പിച്ചു കൊടുത്തില്ല. പ്രിയമുള്ളവരെ, ദൈവത്തിന് എന്നെക്കുറിച്ച് പദ്ധതി ഉള്ളത് കൊണ്ട് ദൈവം എന്നെ കരം പിടിച്ച് ജീവിതത്തിലേക്ക് ഉയർത്തി എന്ന് വേണം എല്ലാവരും മുമ്പിൽ എന്നാണ് എനിക്ക് സാക്ഷ്യം പറയാനുള്ളത്. കർത്താവ് കഴിഞ്ഞില്ല എങ്കിൽ മരണത്തിൽ നിന്നുള്ള നീക്കുപോക്കുകൾ ഒരുക്കുന്നത് നമ്മുടെ ദൈവമായ കർത്താവാണ്. കർത്താവ് എൻ്റെ ജീവിതത്തിൽ എന്നെ ശത്രുവിന് വിട്ടുകൊടുത്തില്ല. എന്നെ ശവപ്പെട്ടിക്കകത്താക്കി കളയാൻ ദൈവം സമ്മതിച്ചില്ല. കരം പിടിച്ച് ജീവിതത്തിലേക്ക് കൊണ്ടുവന്നു. അതിൻ്റെ പിന്നിൽ ദൈവത്തിന് വലിയ പദ്ധതിയുണ്ട്. കാരണം ഞാൻ സുവിശേഷ വരയ്ക്ക് സമർപ്പിച്ചിരിക്കുന്ന വ്യക്തിയായിരുന്നു. എന്നാൽ ഈ പറമ്പിലത്തെ കാര്യങ്ങളും പശുവിൻ്റെ കാര്യങ്ങളും ഒക്കെ നോക്കി നടന്നാൽ പൂർണ്ണമായൊരു കർത്താവിൻ്റെ വേലയ്ക്ക് വേണ്ടി എനിക്ക് ഇറങ്ങാൻ പറ്റത്തില്ല. അപ്പോൾ ശത്രു എന്നെ തകർത്ത് കളയാൻ ശ്രമിച്ചുവെങ്കിലും കർത്താവ് പക്ഷേ അത് നന്മയ്ക്കാക്കി മാറ്റി. ദൈവം എൻ്റെ നടുവിന് കമ്പിയിട്ടിരിക്കുകയാണ്. അപ്പം അങ്ങനെ ആംബുലൻസ് വന്ന് എന്നെ ആംബുലൻസിൽ കയറ്റി തൃശ്ശൂർ എന്നുള്ളൊരു ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി. അപ്പോൾ പിറ്റേ ദിവസം തന്നെ ഓപ്പറേഷൻ വേണം എന്ന് പറഞ്ഞു. അപ്പോൾ MRI സ്കാനൊക്കെ എടുത്തപ്പോൾ എൻ്റെ തലച്ചോറിനിളക്കം സംഭവിച്ചിട്ടുണ്ടായിരുന്നു. തലയോട്ടിക്ക് പ്രശ്നമൊന്നും സംഭവിച്ചിട്ടില്ല. ഇങ്ങനെ വലിയ മാരകമായൊരു മുറിവുണ്ടായി. 16 സ്റ്റിച്ച് ഇടേണ്ടി വന്നു. അങ്ങനെ തല മൊത്തം ക്ഷൗരം ചെയ്ത് കളയേണ്ടതായിട്ട് വന്നു. പ്രിയമുള്ളവരെ, അങ്ങനെ ഞാൻ പിറ്റേ ദിവസം തന്നെ എൻ്റെ ഓപ്പറേഷൻ കഴിഞ്ഞു. ഓപ്പറേഷനുള്ളതായ തുകയൊക്കെ ദൈവം പെട്ടെന്ന് പലരിലൂടെയും ഞങ്ങൾക്ക് ഒരുക്കി തന്നു. 1,20,000 രൂപ ഓപ്പറേഷന് മാത്രമായിട്ട് വന്നു. എന്നാൽ ദൈവം അതെല്ലാം തക്ക സമയത്ത് കരുതി ദൈവത്തിൻ്റെ വലിയ പ്രവൃത്തി കണ്ട് സന്തോഷിപ്പാനൊക്കെ ദൈവം സഹായിച്ചു. അങ്ങനെ ഞാൻ അപ്പോൾ ഇങ്ങനെ ഓപ്പറേഷൻ കഴിഞ്ഞ് ഹോസ്പിറ്റലിൽ വിശ്രമിക്കുമ്പോൾ എന്നെ കാണുവാൻ ദേവദാസന്മാരും ദൈവമക്കളൊക്കെ വഴിക്ക് വഴിക്ക് ഇങ്ങനെ കടന്നു വരുവാനായിട്ട് ഇടയായിട്ടുണ്ട്. അപ്പോൾ എൻ്റെ ഈ അവസ്ഥ കാണുമ്പോൾ എൻ്റെ തല മൊട്ടയടിച്ച് വല്ലാത്ത അവസ്ഥയിൽ ഞാനിങ്ങനെ കിടക്കുമ്പോൾ ഞാൻ ആക്റ്റീവായിട്ട് ഇങ്ങനെ കർത്താവിൻ്റെ വേലയ്ക്ക്, ഞാൻ ഇത്രയും കഠിനമായി അധ്വാനിക്കുന്ന വ്യക്തിത്വമാണെങ്കിലും കർത്താവിൻ്റെ വേലയ്ക്ക് ഞാൻ പോകുമായിരുന്നു, പ്രവർത്തനത്തിന് പോകുമായിരുന്നു. അതുപോലെ പ്രാർത്ഥന മീറ്റിങ്ങുകൾ മാക്സിമം മുടക്കം കൂടാതെ ഞാൻ പോകുമായിരുന്നു. അങ്ങനെയൊക്കെ ഞാൻ പോയിക്കൊണ്ടിരുന്നതായതുകൊണ്ട് എല്ലാവരും എന്നെ കാണാൻ വന്നു ആശുപത്രിയിൽ. അപ്പോൾ അവർക്ക് എന്നെ കാണുമ്പോൾ വളരെ സങ്കടമായി. പക്ഷേ എനിക്ക് വളരെ പ്രത്യാശയായിരുന്നു, ഭയങ്കര ധൈര്യമായിരുന്നു. ഞാൻ ധൈര്യത്തോടു കൂടി അവരോട് സംസാരിച്ചു. അപ്പോൾ അവരെന്നോട് പറഞ്ഞു, സിസ്റ്റർ വേഗം റിക്കവറായി വരും, സിസ്റ്റർക്ക് അപാര ധൈര്യം ദൈവം തന്നിരിക്കുന്നത്, വലിയ പ്രത്യാശ ദൈവം തന്നിരിക്കുന്നത്, അതുകൊണ്ട് സിസ്റ്റർ പെട്ടെന്ന് റിക്കവറായി പോരും എന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ ഓപ്പറേഷൻ കഴിഞ്ഞ് 3-ാം ദിവസം തൊട്ട് ഞാൻ നടക്കുവാനായിട്ട് ഇടയായി തീർന്നു. പ്രിയമുള്ളവരെ, എനിക്ക് ഭയങ്കര ധൈര്യമായിരുന്നു. ദൈവം എന്നെ പെട്ടെന്ന് തന്നെ എന്നെ ആരോഗ്യത്തിലേക്ക് കൊണ്ടുവരും എന്നുള്ളതായ ധൈര്യമായിരുന്നു. 3 മാസം മാത്രമേ ഞാൻ പൂർണ്ണമായിട്ടൊരു റെസ്റ്റ് എടുത്തുള്ളൂ. പൂർണ്ണമായെന്ന് പറഞ്ഞാൽ ഞാൻ നടക്കുമായിരുന്നു. അപ്പോൾ എൻ്റെ കാര്യങ്ങളൊക്കെ ഞാൻ തന്നെ ചെയ്യും. കുഞ്ഞുങ്ങൾ സപ്പോർട്ട് ചെയ്യുമെന്ന് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ആരും ഞാൻ അങ്ങനെ ബുദ്ധിമുട്ടിപ്പിക്കുകയൊന്നും ചെയ്തിരുന്നില്ല. ദൈവം വലിയ ധൈര്യം എനിക്ക് എൻ്റെ ജീവിതത്തിൽ പകർന്നു നൽകി. എൻ്റെ സാക്ഷ്യം ശ്രദ്ധിക്കുന്ന പ്രിയപ്പെട്ടവരോട് എനിക്ക് പറയാനായിട്ടുള്ളത്, നമ്മുടെ ജീവിതത്തിൽ വരുന്നതായ ഏത് അനർത്ഥത്തിൻ്റെ പിന്നിലും ദൈവത്തിന് പദ്ധതിയുണ്ട്. ഇപ്പോൾ എന്നെ കേൾക്കുന്നതായ പല പ്രിയപ്പെട്ടവരുടെ ജീവിതത്തിൽ ഇതുപോലുള്ള അനർത്ഥങ്ങളിലൂടെ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നവരാകാം. എന്നാൽ എനിക്ക് നിങ്ങളോട് പറയാനുള്ളതായ ഒരു സാക്ഷ്യം എന്ന് പറയുന്നത്, ഒരു ഉറപ്പ് എന്ന് പറയുന്നത്, നമ്മുടെ ജീവിതത്തിൽ കടന്നു വരുന്ന ഓരോ പ്രതിസന്ധികളുടെ മുമ്പിലും ദൈവത്തിന് പദ്ധതിയുണ്ട്. അതിൻ്റെ പുറകിൽ ദൈവത്തിന് പദ്ധതിയുണ്ട്. നമ്മളെ പൊന്നുപോലെ ഒരുക്കി പുറത്ത് കൊണ്ടുവരുന്ന ഒരു സർവ്വശക്തനാണ് നമുക്കുള്ളത്. മരണത്തിൽ നിന്നുള്ള നീക്കുപോക്ക് ഒരുക്കുന്ന സർവ്വശക്തൻ എല്ലാ പ്രിയപ്പെട്ടവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. അതുപോലെ എനിക്ക് അനർത്ഥം സംഭവിച്ചതിന് ശേഷം അതിന് മുന്നേ ഒരു മാസം മുന്നമേ വലിയൊരു അനർത്ഥം ടെറസിൻ്റെ മുകളിൽ നിന്ന് ഒരു കർത്താൻ്റെ ദാസം വീഴുവാനും മരണപ്പെടുവാനും ഇടയായി തീർന്നു. അതുപോലെ ഞാൻ അയൽവക്കത്തുള്ള ഒരു സഹോദരി കോണിൽ നിന്ന് ഇറങ്ങി വരുമ്പോൾ, ടെറസിൽ നിന്ന് കോണിൽ നിന്ന് ഇറങ്ങി വരുമ്പോൾ വീണിട്ട് 1 മാസം കോമ സ്റ്റേജിലാകുവാനും മരണപ്പെടുവാനും ഇടയായി തീർന്നു. എന്നാൽ കർത്താവ് എന്നെ വിടുവിച്ചു. ദൈവത്തിൻ്റെ വിശ്വസ്ത സാക്ഷിയായി ഞാൻ നിൽക്കുന്നു. പരസ്യങ്ങളിലൊക്കെ സാക്ഷ്യം പറയുവാനും അതുപോലെ സൂം മീറ്റിങ്ങുകളിൽ വാട്സപ്പ് കൂട്ടായ്മകളിലൊക്കെ ദൈവത്തിൻ്റെ സാക്ഷിയായി നിൽപ്പാനൊക്കെ കൂടുതൽ സമയം ദൈവവേലയ്ക്ക് വേണ്ടി ഒരുക്കപ്പെടുവാനൊക്കെ ദൈവം എന്നെ സഹായിച്ചു. തുടർന്നും കർത്താവിൻ്റെ വേലയിൽ
പൂർണ്ണമായി സമർപ്പണത്തോടെ മുന്നേറുവാൻ തക്കവണ്ണം അടിയൻ ആഗ്രഹിക്കുന്നു. ഈ സാക്ഷ്യം കേട്ട എല്ലാവരെയും കർത്താവ് അനുഗ്രഹിക്കുമാറാകട്ടെ. വിശ്വാസവും പ്രത്യാശയും അനുദിനം വർദ്ധിക്കുവാൻ ഇടയായിത്തീരട്ടെ. ഇത്രത്തോളം സമയം സാക്ഷ്യം പറയുന്ന ദൈവസഹായത്തിനായിട്ട് നന്ദി, സ്തോത്രം.